അങ്ങനെ നമ്മൾ എല്ലാവരും ആകാംക്ഷാപൂർവ്വം കാത്തിരുന്ന JEE അഡ്വാൻസിന്റെ റാങ്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പാല ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിനും ഒരിക്കൽ കൂടി അഭിമാനിക്കാവുന്ന ഒരു നേട്ടം കൈവരിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ റാങ്ക് 195 നേടിയാണ് നമ്മുടെ ആഷിഖ് സ്റ്റെന്നി ഇപ്പോൾ അഭിമാനമായിരിക്കുന്നത്. ഇപ്പം JEE മെയിൻസിന് 100% സ്കോറോടുകൂടി തന്നെയായിരുന്നു ആഷിഖ് സ്റ്റെന്നി വിജയിച്ചത്. ഇപ്പോൾ JEE അഡ്വാൻസിന്റെ റാങ്ക് വന്നിരിക്കുകയാണ് 195. ഓൾ ഇന്ത്യ റാങ്ക് 195 ആണ് ആഷിഖ് സ്റ്റെന്നിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മോടൊപ്പം ആഷിഖ് സ്റ്റെന്നി ഫാമിലി ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റെന്നി സാറിനെ നമ്മൾ പുതുതായി പരിചയപ്പെടേണ്ടതില്ല. നമ്മുടെ ബ്രില്യൻറ്റിലെ തന്നെ ഞങ്ങൾക്ക് ഏവർക്കും പ്രിയങ്കരനായ പ്രൊഫസറും കൂടിയാണ് സ്റ്റെന്നി സാറ്. അപ്പോൾ എല്ലാവർക്കും സാർ നമസ്കാരം. ആദ്യം തന്നെ ആഷിഖ് സ്റ്റെന്നിക്ക് കൺഗ്രാജുലേഷൻസ്. എന്താണ് പറയാനുള്ളത്? JEE അഡ്വാൻസിന്റെ റിസൾട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന് വന്നതാണ്. അപ്പം പതിവ് തെറ്റിയില്ല, JEE അഡ്വാൻസിനും ഉന്നത വിജയം നേടിയിരിക്കുകയാണ് ആഷിഖ് അല്ലേ? എന്തോന്നു, ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു JEE അഡ്വാൻസിന്റെ പ്രിപ്പറേഷൻ കാലഘട്ടവും JEE മെയിൻസിന്റെ കൂടെയുള്ള ആ ഒരു പ്രിപ്പറേഷൻ കാലഘട്ടമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓവറോൾ രസമായിരുന്നു. ലൈക്ക് എന്ന് വെച്ചാൽ സാധാ ഒരു എക്സാം പോലെ അല്ല JEE അഡ്വാൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ആപ്ലിക്കേഷൻ ആണ്. എന്ന് വെച്ചാൽ എന്താ നല്ല ടഫ് എക്സാം ആണ്. അതിനുള്ള ഹെൽപ്പ് നമുക്ക് ബ്രില്യൻറ്റിൽ നിന്ന് കിട്ടിയായിരുന്നു. അപ്പം അവർ തന്ന മോക്ക് ടെസ്റ്റ് പിന്നെ വർക്ക് ബുക്ക് അസൈൻമെന്റ്സ് എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. അപ്പം ഓവറോൾ രസമായിരുന്നു. പക്ഷേ അത്യാവശ്യം എഫേർട്ട് ഉണ്ടോ എന്ന് വന്നാലും സന്തോഷമുണ്ട്. ആഷിഖ് പറഞ്ഞ പോലെ തന്നെ ടഫസ്റ്റ് നമുക്ക് എൻട്രൻസ് എക്സാമുകൾ പലതുണ്ട്. അതിൽ ടഫസ്റ്റ് എക്സാമിൽ ഒന്ന് തന്നെയാണ് JEE അഡ്വാൻസ് എന്ന് പറയുന്നത്. അതിൽ ഓൾ ഇന്ത്യ റാങ്ക് 195 കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അത് ആഷിഖ് സ്റ്റെന്നിയുടെ സാറിൻ്റെയും സ്റ്റെന്നി സാറിൻ്റെയും അതുപോലെ തന്നെ ആഷിഖിൻ്റെ ഒക്കെ ഒരു ഹാർഡ് വർക്കും കൂടെ ബ്രില്യൻറ്റിൻ്റെ സപ്പോർട്ടും കൂടെ ആയപ്പോഴത്തേക്കും നല്ല അടിപൊളി ഒരു സ്കോറാണ് ലഭിച്ചിരിക്കുന്നത് അല്ലേ സാറിന് എന്താണ് തോന്നുന്നത്? എനിക്കും സന്തോഷം തോന്നുന്നു. അപ്പോൾ എനിക്കും തോന്നുന്നു നമ്മുടെ ഒരു ടീം വർക്കിൻ്റെ വിജയമാണ്. അപ്പം പറഞ്ഞ പോലെ ടീം വർക്കിൻ്റെ വിജയമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ബ്രില്യൻറ്റിലെ ചുണക്കുട്ടികൾക്കെല്ലാം കൺഗ്രാജുലേഷൻ പറയുന്നു. ആഷിഖിനെ പോലെ തന്നെയാണ് ബാക്കി പിള്ളേരും എല്ലാം. അപ്പോൾ അവർക്കെല്ലാവർക്കും അവരുടെ എല്ലാം നല്ലൊരു എഫേർട്ടിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് നമ്മൾ കണ്ട റിസൾട്ട്. പിന്നെ നമ്മൾ നമ്മൾ എന്ത് എഫേർട്ട് എടുക്കുമ്പോൾ നമ്മൾ ബെസ്റ്റ് ടീമിൻ്റെ കൂടെ നിൽക്കണം. നമ്മൾ കളിക്കാൻ നല്ല ഗ്രൗണ്ട് വേണം. അപ്പോൾ ബ്രില്യൻറ്റിൻ്റെ കൂടെ നിന്നെന്നുള്ളതാണ് ആഷിഖിനെ ഈ ഒരു സ്റ്റേജിലേക്ക് വരാൻ സഹായിച്ചത്. പിന്നെ ഭയങ്കരമായിട്ട് ദൈവാനുഗ്രഹം, നല്ലോണം പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവാനുഗ്രഹമുണ്ട്. പിന്നെ ടീച്ചേഴ്സിൻ്റെ എല്ലാം നല്ല സപ്പോർട്ട്. പിന്നെ ആഷിഖ് പറഞ്ഞ പോലെ നമ്മൾ ബ്രില്യൻറ്റിൽ നിന്ന് കിട്ടുന്ന പരീക്ഷകൾ, അപ്പോൾ ആ പരീക്ഷകൾ എഴുതി കഴിയുമ്പം ആക്ച്വലി പരീക്ഷ എന്ന് പറഞ്ഞ പിന്നെ സില്ലിയാണ്. നിരന്തരമായിട്ടുള്ള ഒരു എക്സാമിലൂടെ തന്നെയാണ് കടന്നു പോയി കഴിഞ്ഞാലാണ് ഈ JEE അഡ്വാൻസ് വരെ എത്തി നിൽക്കുന്നത് അല്ലേ? ഓരോ പരീക്ഷ കഴിയുമ്പോൾ പിന്നെ കിട്ടുന്ന മോട്ടിവേഷൻ, ഡയറക്ടേഴ്സ് 4 പേരും, പിന്നെ ഇവിടെ സെൻട്രൽ കോർഡിനേറ്റർ, ക്ലാസ് ടീച്ചർ, പിന്നെ മെൻറ്ററായിരുന്നു വിനിൽ സാറ്, പിന്നെ ഇതിൻ്റെ ഇൻചാർജ് ബിനോയ് സാറ്, അങ്ങനെ എല്ലാവരും ടീം വർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടീം വർക്കാണ്. അപ്പം ഞാൻ ബ്രില്യൻറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്കറിയാം വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും IIT ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു കൺഗ്രാജുലേഷൻ ഉണ്ട്. അവരുടെ ഒരു ടീം വർക്കിന്റെ എഫർട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും ഇപ്പം ആഷിഖിന്റെ ആ ഒരു വിജയത്തിൽ ആഷിഖും കുടുംബവും മാത്രമല്ല ബ്രില്യൻറ്റ് ഫാമിലി ഒന്നടങ്കം ഇത്രയും ഹാപ്പി ആകുന്നതിന്റെ കാര്യം നമ്മുടെ എല്ലാവരുടെയും ഒരു ഒത്തൊരുമയോട് കൂടിയുള്ളൊരു വർക്കും കൂടെ ആയിരുന്നു. അപ്പം ആഷിഖ് സ്റ്റെന്നിയുടെ ആ ഒരു വിജയത്തിൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ബ്രില്യൻറ്റ് ഫാമിലി തന്നെ ഒരിക്കൽ കൂടി വിജയിച്ചതുപോലെ തന്നെയാണ്. ഓക്കെ, ആഷിഖ് നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാം തൊട്ട് അവിടെ ബ്രില്യൻറ്റിലെ ഒരു ഭാഗമായിരുന്നു അല്ലേ സാർ? അപ്പൊ ആ ഒരു ജേണി ആഷിഖിന് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഫൗണ്ടേഷൻ തൊട്ടുള്ള ഒരു ജേണിയാണ് നമ്മുടെ. അതുപോലെ തന്നെ സ്റ്റെന്നി സാറ് നമ്മുടെ ഒരു കുടുംബ അംഗം തന്നെയാണ്. ഇപ്പോൾ ആഷിഖും അതുപോലെ തന്നെ ആയിരിക്കുകയാണ്. അപ്പം ഫൗണ്ടേഷൻ തൊട്ടുള്ള മോൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫൗണ്ടേഷനും നല്ലൊരു ബേസ് എനിക്ക് ഇട്ട് തന്നെന്ന് തന്നെ പറയാം. ഫൗണ്ടേഷൻ വാക്ക് ചെയ്യുന്നതിന് വ്യക്തമാണ്, നല്ലൊരു ബേസ് ഇട്ട് തന്നു എനിക്ക് പഠിക്കാൻ. പിന്നെ ഇപ്പോൾ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് ആണ്. അപ്പം എനിക്ക് അതായത് ഇപ്പം 10 കഴിയുമ്പോഴാണ് നമുക്കൊരു തീരുമാനം എടുക്കേണ്ടത്. ലൈക്ക് കരിയർ എന്തായിരിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട എക്സാംസിന് എൻട്രൻസ് ആണെങ്കിലും ബാക്കിയുള്ള നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട സമയമാണ്. സോ അതിനൊക്കെ നന്നായിട്ടൊരു എനിക്ക് എൻ്റെ ചോയ്സ് പ്രോപ്പറായിട്ട് നടത്താൻ ഫൗണ്ടേഷൻ സഹായിച്ചു. പിന്നെ നല്ലൊരു കോമ്പറ്റീറ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു ബ്രില്യൻറ്റിൽ, ഹെൽത്തി കോമ്പറ്റീഷൻ. അപ്പം അതും ഹെൽപ്ഫുൾ ആയിരുന്നു. ലൈക്ക് എൻട്രൻസ് എക്സാംസിനെല്ലാം നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഓവറോൾ ഫൗണ്ടേഷൻ വളരെ സഹായമായിരുന്നു. അതുപോലെ തന്നെ ആഷിഖിൻ്റെ അമ്മയും അനിയനും ഉണ്ട്, എല്ലാവരും ഉണ്ട് നമ്മുടെ കൂടെ. അപ്പം അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? ആദ്യം ദൈവത്തിന് നന്ദി, പിന്നെ ബ്രില്യൻറ്റിന് ഒത്തിരി താങ്ക്സ്. കാരണം ബ്രില്യൻറ്റിൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് നമുക്കിങ്ങനൊരു വിജയം കിട്ടിയത്. ബ്രില്യൻറ്റിലാണ് ഈ കേരളത്തിലെ മൊത്തം ഏറ്റവും മിടുക്കന്മാരെല്ലാം ബ്രില്യൻറ്റ് വരും. പിന്നെ നമുക്ക് അവിടുത്തെ ഒരു പൊസിഷൻ അറിയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ റാങ്കൊക്കെ എങ്ങനെ വരും. ഏറ്റവും മിടുക്കർ വരുന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു കോമ്പറ്റീഷൻ അവിടെ തന്നെ കിട്ടും. ഒരു ഹെൽത്തി ആയിട്ടൊരു കോമ്പറ്റീഷൻ ഉണ്ട്.
ആഷിക്ക് അതുപോലെ തന്നെ ചെറുപ്പം മുതലേ ഇതുപോലെ നല്ല സ്റ്റുഡിയസ് ആയിരുന്നല്ലേ? പഠിക്കാൻ പറ്റിയ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഫൗണ്ടേഷൻ ആയിരുന്നു. ഉണ്ടായിരുന്നതുകൊണ്ടാണ് ശരിക്കും അവിടെ ചെന്നപ്പോൾ തൊട്ടാണ്. അവരുടെ സ്കൂളിലെ ടോപ്പർ ആയിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അവൻ പറഞ്ഞ്, അമ്മ ഇതിലും മിടുക്കരായിട്ടുള്ള ഒത്തിരി പേര് ഇവിടെ വരുന്നുണ്ട്, ബ്രില്യൻറ്റിൽ ഒത്തിരി മിടുക്കന്മാരുണ്ട് അമ്മ, ഒന്നും അല്ലെന്നൊക്കെ എനിക്ക് മനസ്സിലായത് അവിടെ ചെന്നപ്പോഴാണ്. അപ്പൊ അതനുസരിച്ച് അവനും ഇച്ചിരി ഡെവലപ്പ് ചെയ്യാൻ പറ്റി. അതെ, അതിനനുസരിച്ച് ആ ഒരു മാറ്റം വരുത്താൻ പറ്റി. അപ്പൊ ചെറുപ്പത്തിലെ തൊട്ടൊരു മാറ്റം വരുത്താൻ പറ്റി. അമ്മ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഹെൽത്തി കോമ്പറ്റീഷനിലൂടെ നയിച്ചതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനൊരു വിജയം നേടിയത്. ഓക്കെ, അതുപോലെ തന്നെ ആഷിക്കിന്റെ അനിയൻ പേരെന്ന് പറയുക? അഖിൽ. അഖിൽ ഇപ്പം എന്ത് ചെയ്യുന്നു? ഞാൻ പ്ലസ് വൺ അല്ലേ? ബ്രില്യൻറ്റിൽ അഡ്മിഷൻ എടുത്തു. ഓക്കെ. അപ്പം എന്ത് തോന്നുന്നു ചേട്ടന് ഇത്ര നല്ലൊരു റാങ്ക് ഒക്കെ മേടിച്ചപ്പോൾ? ഓൾ ഇന്ത്യ റാങ്ക് ഇതിന് 195 എന്ന് പറഞ്ഞാൽ എത്രത്തോളം പ്രാധാന്യമേറിയതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ മോൻ എന്ത് തോന്നി? അപ്പോൾ അവൻ്റെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ അവൻ്റെ ഹാർഡ് വർക്ക് റിസൾട്ട് കിട്ടിയതിൽ സന്തോഷം. ഇനി മോൻ്റെ പരിപാടി എന്താണ്? എനിക്ക് അവൻ അച്ചീവ് പോലെ ഏതെങ്കിലും നല്ല IIT തന്നെയാണ് സ്വപ്നം അല്ലേ? ഓക്കെ. അപ്പം ചേട്ടൻ്റെ ആ ഒരു യാത്രയിൽ തന്നെ വന്ന് ആ ഒരു ഹാർഡ് വർക്കും ആ ഒരു ജേർണി എന്താന്ന് നേരിട്ട് കണ്ടറിഞ്ഞ ഒരാൾ തന്നെയാണ്. അപ്പം അതിൻ്റെ പിൻഗാമിയാകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? നേരെ നന്നായിട്ട് പഠിച്ച് IIT എന്നുള്ള സ്വപ്നം ഇതുപോലെ ചേട്ടൻ കരസ്ഥമാക്കിയതുപോലെ കരസ്ഥമാക്കുക കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ ആഷിക്കിൻ്റെ ഇപ്പം നമ്മുടെ ആ ഒരു അഡ്വാൻസിന് ഇത്രയും റാങ്ക് മേടിച്ചു. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരുപാട് കോൾസൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ? മെയിൻസ് തൊട്ടുള്ള ഒരു നല്ല അടിപൊളി മാർക്കാണ്. അപ്പം തൊട്ടേ ഒരുപാട് പേര് അനുമോദിക്കാനും അല്ലേ, കൺഗ്രാജുലേറ്റ് ചെയ്യാനൊക്കെ വിളിക്കുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവരൊക്കെ എന്താ പറയുന്നത്? ഇത്ര നല്ല മാർക്ക് മേടിച്ചതിൻ്റെ ആ ഒരു അവരുടെ ഒരു സന്തോഷം എങ്ങനെയാണ് പ്രകടിപ്പിച്ചത്? അവരും കൺഗ്രാജുലേറ്റ് ചെയ്തു. പിന്നെ അമ്മയും ഡാഡിയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. സോ പ്രാർത്ഥിക്കാൻ ആരെങ്കിലും കിട്ടിയാൽ വിടത്തില്ല. അപ്പം എല്ലാവരോടും തന്നെ പറയും എക്സാം ഉണ്ട്, പ്രാർത്ഥിക്കണം. അപ്പം അവരിങ്ങോട്ട് തന്നെ വിളിച്ചു ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു, ഞങ്ങൾ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പം പ്രാർത്ഥിച്ചതിനൊക്കെ താങ്ക്സ് പറയും. അപ്പം പള്ളിയിലാണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു, കമ്മ്യൂണിറ്റിയിലും എല്ലാവരും സപ്പോർട്ടീവായിരുന്നു. സോ എല്ലാവർക്കും സന്തോഷം. ഓക്കെ. മോനെ, നമ്മുടെ ഈ മെയിൻസിന്റെ ഒരു പ്രിപ്പറേഷൻ വെച്ച് നോക്കുമ്പോൾ അഡ്വാൻസിന്റെ ഒരു സെപ്പറേറ്റ് ഒരു വേറെ തന്നെ ഒരു രീതി ഉണ്ടാവുമല്ലോ, അതെങ്ങനെയായിരുന്നു മോനെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്? മെയിൻസ് നിന്നും അഡ്വാൻസ് എന്നുള്ള ആ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? മെയിൻസ് എന്ന് പറയുമ്പം നമ്മളിപ്പം എന്താ അതിൽ 90 ക്വസ്റ്റ്യനുണ്ട്, 25 എഴുതണം. പക്ഷേ എന്താ വെച്ചാൽ അത് കൂടുതൽ ടൈം മാനേജ്മെൻറ്റാണ് ഇമ്പോർട്ടൻസ് വരിക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ അത്യാവശ്യം നല്ല എളുപ്പമായിരിക്കും. NCERT ലെവലായിരിക്കും മാക്സിമം മെയിൻസ്. അപ്പം അവിടുന്ന് കുറച്ച് സമയം എടുത്ത് മാത്സ് അത്യാവശ്യം ലെങ്തി ആയിരിക്കും. പക്ഷെ അതിനും കൂടെ സമയം ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും കണ്ടുപിടിച്ച് ഇട്ട് കൊടുത്താൽ നല്ല സ്കോർ നേടാൻ സാധിക്കും. അപ്പം ആ ഒരു ടൈം മാനേജ്മെൻറ്റാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. പക്ഷേ അഡ്വാൻസ് എന്ന് പറയുമ്പോൾ സബ്ജക്ട് വൈസ് കട്ട് ഓഫ് ഉണ്ട്. എല്ലാ സബ്ജക്റ്റും ഒരുപോലെ ടഫായിരിക്കും. ഒരു സബ്ജക്റ്റിനെ എങ്ങനെ ചിലപ്പോൾ അങ്ങനെ കുറച്ച് ഡിഫറെൻറ്റ് കൂടുതൽ ടഫ് വന്നാലല്ലോ, എന്നാലും ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഈക്വൽ ആയിരിക്കും. അപ്പം എല്ലാ സബ്ജക്റ്റും ഒരുപോലെ വെച്ച് തന്നെ എന്താ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ അത് ഒരേ സമയം കൊടുത്തും ഒരേ പ്രയോറിറ്റി കൊടുത്തും പഠിക്കണം. പിന്നെ കൂടുതൽ ടഫ് ക്വസ്റ്റ്യൻസ്, അതായത് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. അതിനൊക്കെ ബ്രില്യൻറ്റിൻ്റെ ഒരു ബ്രെയിൻ ബാഗ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതിൽ നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ ബ്രില്യൻ നടത്തുന്ന എക്സാംസും വളരെ യൂസ്ഫുൾ ആയിരുന്നു. ലാസ്റ്റൊക്കെ ഞങ്ങൾക്ക് എക്സാംസ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പം എല്ലാ എക്സാംസും പിന്നെ അതിൻ്റെ ഡിസ്കഷൻസും നമുക്കറിയത്തില്ലാത്ത കുറേ കാര്യങ്ങളാണ്. ബ്രില്യൻ്റെ എക്സാം വെച്ച് നോക്കുമ്പം ബാക്കി റിയൽ എക്സാം എഴുതാകുമ്പോൾ നല്ല അത്യാവശ്യം കൂളായിരിക്കും. കാരണം അവിടെ ടഫ് എക്സാംസ് ആയിരിക്കും ഞങ്ങൾ ബ്രില്യനിൽ എഴുതുന്നത്. അപ്പം എല്ലാ ടൈപ്പ് എക്സാംസും എഴുതും, പക്ഷേ മോസ്റ്റ്ലി ടഫായിരിക്കും. എന്നാൽ അപ്പം ഏത് ടഫിനെ ഹാൻഡിൽ ചെയ്താൽ ഈസി ഉള്ളത് ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ ആ ഒരു സെയിം പാറ്റേൺ തന്നെയായിരുന്നില്ലേ നമ്മുടെ എക്സാംസും കാര്യങ്ങളെല്ലാം? തുടർച്ചയായിട്ടുള്ള എക്സാംസ് സെയിം പാറ്റേൺ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അഡ്വാൻസിന്റെ ഒരു ഫൈനൽ പാറ്റേൺ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു അതിശയമൊന്നും തോന്നിയില്ല അല്ലേ? ഓക്കെ. നമ്മുടെ ഇവിടെ പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് കാണാൻ പറ്റിയിരുന്നോ? ക്വസ്റ്റ്യൻസ് അതേപോലെ റിപ്പീറ്റ് ചെയ്തില്ല, എന്നാലും കോൺസെപ്റ്റ്സ് ഓക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. അങ്ങനെ ഇപ്പം അഡ്വാൻസിന് ഈ അടിപൊളി റാങ്ക് മേടിച്ച് IIT എന്നുള്ള സ്വപ്നം നേടിയിരിക്കുകയാണ് ആഷിക്ക് അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ കയറി വന്നപ്പോൾ തന്നെ നമ്മുടെ ഡയറക്ടേഴ്സ്, നമ്മുടെ സന്തോഷ് സാർ ഉണ്ടായിരുന്നു, നമ്മുടെ കോർഡിനേറ്റേഴ്സ്, ആഷിക്കിൻ്റെ ക്ലാസ് ടീച്ചേഴ്സ്, ബ്രില്യൻറ്റിൽ നിന്നുള്ള ഒരു വലിയ ഫാമിലി തന്നെയാണ് ഇവിടെ വന്ന് നമ്മുടെ ആഷിക്കിനെ അനുമോദിക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ തന്നെ കാണാൻ പറ്റിയ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ആഷിക് സ്റ്റെന്നിയുടെയും അനിയനും കൂടെ കിട്ടിയ ഒരുപാട് മെഡൽസും, അത് പഠനം മാത്രമല്ല കോ കരിക്കുലർ ആക്ടിവിറ്റീസും ഉണ്ടല്ലേ? ഫുട്ബോൾ ഇഷ്ടമാണ്. ഓക്കെ. വേറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കാണാൻ സാധിച്ചു. നേരെ കയറി വന്നപ്പോഴേ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഇഷ്ടം പോലെ മെഡലുകളും അതുപോലെ തന്നെ ട്രോഫിയും കൊണ്ടൊക്കെ നിറച്ച് വെച്ച ഒരു ടേബിൾ തന്നെയായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആ ഒരു മനസ്സിലായി, ഓക്കെ ഇത് ഒരു തുടരാവർത്തനം തന്നെയായിരുന്നു, അല്ലാണ്ട് പുതിയതൊന്നും അല്ല എന്നുള്ളത് അല്ലേ? ഓക്കെ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഇനി മുന്നോട്ട്
ഇവിടെ കൊണ്ട് തീരുന്നില്ല, ഇനിയും അങ്ങോട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കേണ്ട ഒരു നിമിഷം തന്നെയാണ്. അപ്പം അതുപോലെ തന്നെ സാറിനും ആൻറ്റിക്കും അതുപോലെ തന്നെ എല്ലാവർക്കും തന്നെ ഒരു വലിയ ഇതിപ്പോൾ എല്ലാവരുടെയും ഒരു ടീം വർക്കോട് കൂടെ തന്നെയാണ്. പ്രാർത്ഥിക്കാൻ പാരൻസ് ഉണ്ടായിരുന്നു, കൂടെ ഹെൽപ്പ് ചെയ്യാൻ ബ്രില്യൻറ്റ് ഫാമിലി ഉണ്ടായിരുന്നു, ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, പ്രൊഫസേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അപ്പം അങ്ങനെ ഒരു ഉന്നത വിജയം നേടിയ ആഷിഖ് സ്റ്റെന്നിക്കും അതുപോലെ തന്നെ സ്റ്റെന്നി സാറ് മാഡത്തിനും എല്ലാവർക്കും ഒരു കൺഗ്രാജുലേഷൻസ് നേരുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.